എടൽവാവിക്ക് ഏറ്റവും ഇഷ്ടം ഡിജിനെയാണോ മുന്നുനെയാണോ? ഡിജിയാണോ മുന്നുവാണോ പറഞ്ഞേ? അനീഷ് പോയി നിക്കില്ലേ അതേമാതിരി ആയിരുന്നു. ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് ചിരിക്കുക. ലിൻഡാപ്പിയോട് ചേർന്ന് ഫെവിക്കോളിന്റെ പരസ്യം പോലെ ഒട്ടിയിരിക്കുന്ന ഡിജോ ബ്രോ. ക്യാമറ ഓഫ് ചെയ്യട്ടെ. നമ്മളിപ്പോ ഈദുവിനെയും ഡിജിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാ. ഡിജി ഓഫീസിലാണ്, പക്ഷെ ഈദുവിനെ വരും 2 മണിയാകുമ്പോ വരും. എന്നിട്ട് നമ്മൾ ചെന്നിട്ട് അവിടെ നിന്ന് പുറത്തൊക്കെ ഒന്ന് പോയി ഡിജി വരുമ്പോഴേക്കും വാവേനെയും കൊണ്ട് വരാൻ നിൽക്കും. ദീപാവലി ഓഫറാ. ദീപാവലി ലീവല്ലേ നടക്കണേ? ഇവനെയും ഫോണിനെയും കൂടെ കൊണ്ടുപോവാ. ഇവനെയും ഫോണിനെയും. അതെന്താ? അതാണല്ലോ അത്യാവശ്യം. ഫോണിലെ പേടിഎം ഉള്ളതുകൊണ്ട് ഞാൻ ഫോൺ പേ ഉള്ളതുകൊണ്ട് ഞാൻ എന്താ എന്റെ ഫോണിന്റെ പ്രത്യേകത. ഇവന് മാത്രല്ല ഇവനെയും ഫോണിനെയും കൊണ്ട് ഞാനാണ് ഫോൺ മറ്റേ അതെ. എന്നാലും ചോദിച്ചാ കിട്ടൂലോ. അപ്പൊ നമ്മൾ എന്തായാലും അവരെ കൊണ്ടുവരും. എനിക്ക് തോന്നുന്നു 2-3 ദിവസം വീട് ഫുൾ ഓണായിരിക്കും. കൊച്ചും ബഹളമൊക്കെ ആയിട്ട് രസമായിരിക്കും. കാലത്ത് പോവാനിരുന്നതാ. കാലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉച്ചയായി. ഇപ്പൊ 12 കറക്റ്റ് ഉച്ച. വേഗം പോയിട്ട് വേഗം വരാന്ന് പറഞ്ഞ നമ്മള് വൈകി പോയിട്ട് വൈകി വരും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഡിജിയുടെ വീട്ടിലെത്തി. കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയിട്ട് വർത്താനൊക്കെ പറഞ്ഞു. കൊച്ചിനോട് വർത്താനം പറഞ്ഞു, ഇവരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. അതെ, നമുക്കിവിടെ ഒരു ചീഫ് ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. ഈടൽവാവ ഇവിടെ വന്നിട്ടുണ്ട്. ക്യാമറ കണ്ട് പകച്ചിരിക്കുകയാണ് ഈടൽവാവ. ഈടൽവാവ ആളോ? ഈടൽവാവ ആളോ? ഹായ് പറഞ്ഞ കണ്ട അത് പെട്ട. ഒന്നുകൂടി പറഞ്ഞേ. നിനക്ക് വീഡിയോ പിടിക്കാൻ ആളായി. ഒരു കാര്യം ആളില്ലാത്തവര് വിളിക്കണേ. വരും പറ. വരൂട്ടാ. നീ ഭയങ്കരനാള. നീ എല്ലാ സംസാരിച്ചു തുത്തൂന്ന് വിളിച്ചേ. എന്നെ വന്നേ എന്ന് വെച്ചേ. മന്തിയ ബിരിയാണി ഇവിടെ ഡിഗ്നാൻറ്റി. ഈ നിത്യ യുവനത്തിന്റെ രഹസ്യം എന്താണ്? നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു സന്തോഷം. പുതിയ സ്റ്റൈലായല്ലേ ഇത്? കോട്ട് സെറ്റ് ഒക്കെ ആയിട്ടിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ കൂടെ ഒന്ന് പിടിച്ചു നിക്കണ്ടേ? മുടി സ്ട്രെയിറ്റിനൊക്കെ ചെയ്ത് കുളിച്ചു വന്നോണ്ടേ. എന്തുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. ദീപാവലി ആശംസകൾ. തിരിച്ചു അത് നമ്മുടെ പ്രേക്ഷകരോട് 2 വാക്ക് ദീപാവലി ആയിട്ട്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ദീപാവലി ആശംസ. അതാണ്. ഇവിടെ ലിൻഡാപ്പി ഉണ്ട്. ലിൻഡാപ്പിയോട് ചേർന്ന് ഫെവിക്കോളിന്റെ പരസ്യം പോലെ ഒട്ടിയിരിക്കുന്ന ഡിജോ ബ്രോ. ക്യാമറ ഓഫ് ചെയ്യട്ടെ. എന്തിന്റെ വിശേഷങ്ങൾ? എന്തുണ്ട് ലിൻഡാപ്പി? എന്ത് വിശേഷം? പ്രത്യേകിച്ച് വിശേഷം ഡിജോ ബ്രോ ക്യാമറ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഡിജോ ബ്രോ എന്തുണ്ട് വിശേഷങ്ങൾ? ഇപ്പൊ ഏതാ കൈക്കാണോ നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നത്? തൈസിനാണോ ട്രെയിനിങ് ചെയ്യുന്നത്? ആപ്സിനാണോ? ഫുൾ ബോഡി. ഓ മൈ ഗോഡ്. ലെഗ് ഡേ അങ്ങനെ ഓരോന്നൊക്കെ. ലെഗ് ഡേ നല്ല രസമല്ലേ? ഏറ്റവും ഇഷ്ടമില്ലാത്ത ലെഗ് ഡേ ആണ്. എന്താ? ഒടുക്കത്തെ വെയിറ്റ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡിജോ ബ്രോ എങ്ങനെയുണ്ട് ജിമ്മിൽ പോയി തുടങ്ങിയിട്ട്? ഇവര് 2 ജിമ്മത്തികളായി വന്ന നമ്മളെന്താവോ? വല്യമ്മേന്ന് വിളിച്ചേ. അവൾക്ക് അത് കിട്ടൂല. എന്നിട്ട് വല്യമ്മ വിളിച്ചേ. എടൽവാവിക്ക് ഏറ്റവും ഇഷ്ടം ഡിജിനെയാണോ മുന്നുനെയാണോ? ഡിജിയാണോ മുന്നുവാണോ പറഞ്ഞേ? ഡിജി കേക്കണ്ട. നിന്നെ ഷൂപ്പാക്കും. തുറ്റുവാണ് ഇവയാണോ? കള്ളി. ചാച്ചിയാണോ അമ്മായിയാണോ എന്ന് ചോദിക്കും. ചാച്ചിയാണോ അമ്മായിയാണോ? ആരിഷ്ട? ചാച്ചിയാണോ അമ്മായിയാണോ?
ചാച്ചി പെണ്ണുങ്ങളെ ഒന്നും ഇഷ്ടമില്ലല്ലോ. എടാ നീ അപ്പൊ നീ ഗേൾ ബോയ് അല്ലേ? ഛേ ബോയ് ഗേൾ അല്ലേ? ഛേ ഗേൾ ബേബി അല്ലേ? അതുകൊണ്ട് ബോയ്സിന് ഇഷ്ടം. ഗേൾ ബേബി എടാ ഷൊർണ പാടശരൊക്കെ ഉണ്ടല്ലോ നിനക്ക്. ഷൊർണ പാടശരം ആസ്പത്രി പോയിട്ട് കുത്തിയില്ലേ? അമ്മേ ഊസ് തന്നാ നേഴ്സറിയില്. പാപ്പം തന്നാ? എടാ ഭയങ്കര. എന്നിട്ടേ അവിടുത്തെ കുട്ടികളൊക്കെ എങ്ങനെയാ കരഞ്ഞേ? എങ്ങനെയാ ചിരിച്ചേ? എടാ നീ ഭയങ്കര സംഭവങ്ങളോടാ. സ്പീക്കിംഗ് കാറ്റാ. പാലാണ് അക്കിട്ട് പാലാണ് ഇഷ്ടം ചിക്കനാണ് ഇഷ്ടം? നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമ്പോ അപ്പൊ ചോദിച്ചു വരും ചിക്കൻ ചിക്കൻ. ഗൈസ് അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഡിജിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ വന്ന് കയറിയുള്ളൂ. ഇനിയിപ്പോ ഡിജി ഇല്ല ഇവിടെ. ഡിജി വർക്കിന് പോയിരിക്കുകയാണ്, മുന്നും വർക്കിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പൊ അവരെത്തിയിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് എല്ലാരെയും കണ്ടു, വാവേനെ കണ്ടു, വർത്താനം പറഞ്ഞു, ബാക്കി പരിപാടികളൊക്കെ ആയിട്ട് വൈബായിരിക്കുകയാണ് ഗൈസ്. സോ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ്. അതെ കൊച്ചവിടുന്ന് മുന്നൂന്ന് വിളിക്കുന്നുണ്ട്. ആ വരാ വരാ. ഇപ്പഴേ അവർക്ക് സ്ക്രീൻ സ്പേസ് വേണമെന്ന് പറയണേ. അനീഷ് പോയി നിക്കില്ലേ ക്യാമറ സ്പേസ് ഇല്ല. അതേമാതിരി ഇത് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നോക്കിയിട്ട് അവിടെ നിന്ന് ചിരിക്കുക. അതേ നിക്കണ് അനീഷിനെ പോലെ. ഗൈസ് ഇവിടെ ഡിഗ്നാൻഡി ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഡിഗ്നാൻഡി ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് പറഞ്ഞ കേക്കട്ടെ. സ്പെഷ്യല് കാര്യമായിട്ടുള്ള ഒന്നുമില്ല. ഉള്ളത് പറ. പറയാം. ആ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയാ. അങ്ങോട്ട് പോയിട്ട് വേണം പറയാൻ. ഓക്കെ ഗൈസ് അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മേരി മാർക്കറ്റ് ഇവിടെ ഉണ്ട്. മേരി മാർക്കറ്റ് ജിമ്മിൽ പോകുന്നുണ്ട്. ജിൻഡയ്ക്ക് വേണ്ടി ഇവിടെ പുഴുങ്ങിയ മുട്ട വെച്ചിട്ടുണ്ട് ഗൈസ്. ആന്റിയുടെ സ്പെഷ്യൽ കുക്കിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാ ആന്റി ഇന്നത്തെ സ്പെഷ്യലുകള്? പച്ചക്കായും ചെമ്മീനും കൂടി വെച്ചത്. ഇത് ബീൻസ് തോരൻ. ഇത് പടവലങ്ങയും ചെമ്മീനും. ഓക്കെ പിന്നെ ഇത് ക്യാബേജും ക്യാരറ്റും. മോനെ ഫുള്ള് വെജുമായും ശരവണ ഭവനിൽ കിട്ടും ഇങ്ങനെ. കിട്ടൂല. അതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇത്ര ഇങ്ങനെ തള്ളാനായിട്ട് എങ്ങനെ സാധിക്കുന്നുള്ളതാണ്. ഒരച്ചാറെടുത്ത് ഞാൻ അങ്ങനെ പറയല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ആന്റി ഉണ്ടാക്കിയ ഫുഡ് ഐറ്റംസ്. ആന്റി ഇത് ഒരുപാട് കറി ഉണ്ടല്ലോ. സാധാരണ 2-3 കറി ഉണ്ടാക്കാറുണ്ട്. അടിപൊളിയായിട്ടുണ്ട് ആന്റി. സൂപ്പർ കറികൾ കണ്ടിട്ട് തന്നെ കൊതിയ വന്നു. ക്യാബേജും ക്യാരറ്റും. ക്യാബേജും ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടും ഉണ്ട്. എല്ലാത്തിനും പക്ഷെ ചെമ്മീൻ ഉണ്ടാവും. എല്ലാത്തിനും ഇല്ല. ഈ പടവലങ്ങയിലും പച്ചക്കായലും മാത്രമേ ഉള്ളൂ ചെമ്മീൻ. ചെമ്മീൻ പൊടിയാണോ അതോ ഒറിജിനൽ? ചെമ്മീൻ പുഴുങ്ങിയിട്ട് ഓക്കെ നമ്മള് തേങ്ങ അരക്കുമ്പോ അതിന്റെ കൂടെ ഇറക്കി. ഡിജിക്കും മുന്നൂനൊക്കെ ഭയങ്കര ഇഷ്ടമായി ഈ കറി. പടവലങ്ങയും ചെമ്മീനും കൂടി. ഇനി എന്താ പറയാനുള്ള നല്ലതാ. മൂണിനെ ഒരു ദിവസം രാത്രി നോക്കിയിട്ട് കാണുന്നില്ലേ? അപ്പൊ ചോദിക്കുന്നേ മൂൺ കണ്ടോ? പോയി. ഡിജി ബ്രോ ഇവിടെ എത്തിയിരിക്കുകയാണ്. വെള്ളയും കറുപ്പുമായി നമ്മൾ ബീച്ചിലെത്തി. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അറിയാലോ. ആന്റി കൊച്ചിന് ഈ അറബിയൊക്കെ പറയുന്നു. ഞാനാ പഠിപ്പിച്ചു. ആണോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഓക്കെ ഓക്കെ. നാടൻ സുന്ദരിയായിട്ട് പെട്ടെന്ന് എനിക്ക് ഇഷ്ടമായിട്ട്. എനിക്ക് ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഇത് വീട്ടിലേക്ക് പോയപ്പോ ഞാൻ കഴിച്ചത്. നല്ല കളറും ഇവിടെ പച്ചയും. ഞാൻ പറയട്ടെ ആ കോഡ് സെറ്റ് ഒന്ന് മാറ്റി. അതായത് അതല്ല ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെയാണ്. പുതിയ ചിരിയൊക്കെ. അല്ല ഒരേ വീഡിയോയില് പല കോസ്റ്റ്യൂം. അതെ എനിക്ക് മാത്രമേ ആ ഭാഗ്യം കിട്ടൂ. അതെ. നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ വിളിച്ചു നിങ്ങൾ കേക്കാണ്ട. നീ എവിടെയായിരുന്നു? നിന്നെ കണ്ടില്ലല്ലോ നമ്മള്. ബ്രോ
സെക്സി ഉണ്ടല്ലോ. നിങ്ങൾ ഈ ടൈപ്പാണ്. നല്ല അർത്ഥത്തില് ആ വാക്കൊന്നും ഇതിലിടല്ലേ, ആൾക്കാർ കളിയാക്കും. എടാ ശക്ഷി എന്ന് പറഞ്ഞ ശക്ഷി നിനക്ക് കൊണ്ട് പറയിപ്പിക്കണം. ഇതെന്താണത്? ഇതെന്തിട്ടാ? ഇതെന്തെന്നാ പറയാ? ഇതെന്താ? ഇതാരാ? ഇതാരാ? ശരിയുള്ള പേരല്ലേ ഉള്ളൂ. ബീച്ച് എന്ന് പറഞ്ഞ ഇവളോടെ അല്ല ഇവരോട് പറഞ്ഞേ ബീച്ചാന്ന് പറഞ്ഞേ, ഇത് ബീച്ചാന്ന് പറഞ്ഞേ, ബീച്ചാന്ന് പറഞ്ഞേ പറഞ്ഞോട്. ഭയങ്കര തിരക്കായിരുന്നോ. ഇത് നല്ല ഏരിയ. ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പുതുവൈപ്പ് ബീച്ചിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ലഞ്ചടി പരിപാടികളൊക്കെ കഴിഞ്ഞു. ബീച്ചിന്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുടുംബസമേതം. അതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഇനി ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് ഡിജോബ്രോയുടെ, നിങ്ങൾ എങ്ങടി പോണത്? ഇയാള് ക്യാമറയുടെ അപ്പുറത്തേക്ക് പോവാ. ഡിജോബ്രോയുടെ എന്താണ് സിനിമാറ്റോഗ്രാഫി സ്കില്ലുകളാണ്. 1 2 3 സ്റ്റാർ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഫുഡ് അടിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റില്ല, ബിക്കോസ് ഓഫ് നമ്മൾ നല്ല വിശന്നിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഫുഡൊക്കെ അടിച്ചു. ഇപ്പൊ ദേ വീട്ടിലെത്തിയപ്പോഴേക്കും മുന്നേ ഓൾറെഡി എത്തിയിട്ടുണ്ട്. മുന്നിച്ചേട്ടൻ എന്താ വീഡിയോയിൽ ഉണ്ടാവുന്ന കുറെ സ്ത്രീ ജനങ്ങൾ നിന്റെ ആരാധികമാര് ചോദിക്കുന്നുണ്ട് കമന്റ്സില്. പണിയെടുക്കാൻ അപ്പൊ മുന്നിച്ചേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. എനിക്ക് പണിയുണ്ടായിരുന്നു. ഞാൻ പണി കഴിഞ്ഞിട്ട് വന്നതാ. എനിക്ക് പണിയൊന്നും ഉണ്ടായില്ല. ഉച്ച ഭക്ഷണം ഡിജിയുടെ വീട്ടിൽ നിന്നും കിട്ടി, വൈകുന്നേരത്തെ ഭക്ഷണം ഹോട്ടലിൽ നിന്നും കിട്ടി. ഷാർ ദിവസം. അപ്പൊ ഒരുപാട് നാളിന് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നത്, എനിക്ക് തോന്നുന്നു അജിസ്റ്റിഫൻ നാട്ടിലെത്തിയതിനു ശേഷം ആദ്യത്തെ വീഡിയോ ആയിരിക്കും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും 1 മാസം വീഡിയോ ഉണ്ടായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കാൻ പോവാണ്. ഇത് അവരുടെ വക കപ്പ് വാങ്ങിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ 100 ഗെയിംസ് എന്റെ കപ്പും കൊണ്ട് പോയല്ലോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുന്ന. അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. Cut it!